വാഴ 3 എന്താ വാഴ 3 എന്താ കഥയായിട്ടൊന്നും അന്നുമില്ല ഇന്നുമില്ല. അത് ഐഡിയ ആയിട്ടുള്ളത് നമ്മൾ ആരുടെ കഥ ഇനി പറയണം, എന്തൊക്കെ ഇനി അഡ്രസ് ചെയ്യണം എന്നുള്ളതിനനുസരിച്ച് വാഴ 3. അപ്പൊ എനിക്കിപ്പോ തോന്നിയത് ബോയ്സിനെ നമ്മൾ കുറെ ഇനി ബോയ്സിനടുത്ത് വീണ്ടും പറയാൻ പോയി അത് പിന്നെയും അവരെ ഗ്ലോറിഫൈ ചെയ്യുന്നല്ലാവും. അപ്പൊ അതുകൊണ്ട് വാഴ 3 എനിക്കിപ്പോഴും ഒരു ജെൻസി അല്ലെങ്കിൽ ഒരു 90s മുതലുള്ള കിഡ്സിന്റെ ഗേൾസിന്റെ കഥ പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ആ സ്ത്രീകളുടെ എല്ലാ ലൈഫിലൂടെയും കയറി പോകുന്ന കണ്ടന്റ് വെച്ചിട്ടുള്ള സിനിമയായിരിക്കാം. വാഴ 3 സ്ത്രീയുമാണ്. സ്ത്രീ വാഴ സ്ത്രീ എന്ന് പറയാല്ലേ, ബില്യൺ ഗേൾസ് ആണ്. ഈ വീഡിയോ കണ്ടല്ലോ, വാഴയുടെ ഡയറക്ടർ വിപിൻ ദാസ് വാഴ 3യെ കുറിച്ച് പറഞ്ഞതാണിത്. അതായത് ഗേൾസിനെ വെച്ചിട്ട് വാഴ ഫ്രാഞ്ചൈസിലേക്ക് ഒരു വാഴ 3 അടുത്ത പടത്തിന് വേണ്ടിയുള്ള വർക്കിങ്ങിലാണ് വിപിൻ ദാസ്. വളരെ സന്തോഷമുള്ള കാര്യം. ഇപ്പോൾ 2 പടവും മെൻസിനെ വെച്ച് ബോയ്സിനെ വെച്ച് ചെയ്തു. അടുത്ത് വരുന്നത് ഗേൾസിനെ വെച്ചാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഈ ഇതിന്റെ അപ്ഡേഷൻ വന്നപ്പോൾ, വാഴ 3യുടെ അപ്ഡേഷൻ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, അതിന്റെ താഴെ വന്ന കമന്റ്സ് എന്ന് പറയുന്നത് ഇതുവരെ കാണാത്ത കേരളത്തിലെ ഒരു മെൻസ് ബോയ്സിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ്. ഞാൻ അതിൽ കുറച്ച് കമന്റ്സ് നിങ്ങളെ വായിക്കാം, എന്നിട്ട് നിങ്ങൾ പറയണം ഇതെന്താണ് ഇങ്ങനെ ആയിപ്പോയി. ഞാൻ കണ്ടപ്പോൾ തന്നെ വല്ലാണ്ട് ഞെട്ടിപ്പോയി. എന്തുവാണ് ഇത്? ഒരു ഡയറക്ടർ ഒരു സ്വാതന്ത്ര്യം ഇല്ലേ അടുത്ത പടം എടുക്കുന്ന, ആരോ വെച്ചെടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളത്. അതായത് ഗേൾസിനെ വെച്ചെടുക്കുമ്പോൾ ഇത്രയധികം ഫ്രസ്ട്രേഷൻ എവിടെ നിന്നാണ് ഈ ബോയ്സിന് വന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ കുറച്ച് കമന്റ്സ് വായിക്കാം. അതില് ഫസ്റ്റ് ഞാൻ കുറച്ച് കമന്റ്സ് മാത്രമേ എടുത്തിട്ട് ഒരു 13-14 കമന്റ്സ് എടുത്തിട്ടുണ്ട്. ആ കമന്റ്സിൽ ഫസ്റ്റ് വന്ന കമന്റ്സ് വന്നത്, ഗേൾസ് മൂവീസ് നല്ലതാണ്, പക്ഷേ വാഴ എന്ന് കേൾക്കുമ്പോൾ അത് ബോയ്സിന്റെ ചിത്രമാണ് മനസ്സിൽ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നെയിം മാറ്റി ഒരു മൂവി ഇറക്കാമായിരുന്നു, ലൈക്ക് സൂപ്പർ ശരണ്യ. അതെന്താടാ, അത് ഒരു ഡയറക്ടറുടെ സ്വാതന്ത്ര്യമല്ലേ, അത് ആരെ വെച്ച് ഇറക്കണമെന്ന്. അതിനെ ഗേൾസിനെ വെച്ച് ഇറക്കിയ നിനക്കെന്താ കുഴപ്പം? നീ വേണമെങ്കിൽ പോയി കണ്ടാ മതിന്നേ. അടുത്ത കമന്റ്സ് പറഞ്ഞ, ഗേൾസ് മൂഞ്ചു, ഫുള്ള് അയൽക്കൂട്ടമായിരിക്കും, അപ്പോ അതും ഊമ്പും എന്നാ പൊട്ടി. ഇതൊക്കെയാണ് കമന്റ്സ് ഇടുന്നത്. ഇവർക്ക് എങ്ങനെ തോന്നുന്നത് ഇങ്ങനെ കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ട്? ഇതാണ് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമന്റ്സ് വന്നത്, പീരീഡ്സ് പ്ലസ് മൂഡ് സ്വിങ്സ് പ്ലസ് ബെസ്റ്റി പ്ലസ് ഡെയറി മിൽക്ക് ഈസ് ഈക്വൽ ടു വാഴ 3. ഇവനൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ ലേഡീസിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ പീരീഡ്സും മൂഡ് സ്വിങ്ങും ബെസ്റ്റിയും ഡെയറി മിൽക്കും ഇത് മാത്രമാണ് ഗേൾസ് ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇവന്റെ വീട്ടിലൊന്നും പെണ്ണുങ്ങൾ ഇല്ലയോ ഒന്നും മനസ്സിലാവുന്നില്ല. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് മൂഞ്ചിയതും സ്ത്രീകളെ ഉദ്ധരിക്കാൻ പോയിട്ടാണ്, പിന്നെ ഗതി പിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതെനിക്ക് മനസ്സിലായില്ല. മാർവൽ യൂണിവേഴ്സിൽ ഗേൾസ് ഒക്കെ നല്ല ക്യാരക്ടർ തന്നെയാണ്, അത് വിജയവും തന്നെയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കമന്റ്സ് ഇടുന്നത് മനസ്സിലാവുന്നില്ല. ഇവൾമാർക്ക് എന്ത് കഥ? ഏർലി മാരേജ്, പീരീഡ്സ്, പ്രസവ വേദന. ഇവന്റെ ഒക്കെ മെന്റാലിറ്റി നോക്കണേ. ഇതൊക്കെയാണ് ഗേൾസിന്റെ ഈ പ്രസവ വേദന എന്ന് പറയുന്നത്. എന്നാ നീ ഒന്ന് പ്രസവിച്ചു നോക്ക്, അപ്പൊ മനസ്സിലാവും പ്രസവത്തിന്റെ വേദന എന്താണെന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഇവന്റെ വീട്ടിലൊന്നും പെണ്ണുങ്ങളില്ലെന്ന് തോന്നുന്നത്. അതെ, ഇനി വാഴകളുടെ കഴപ്പ് കൂടി കാണണം. ഒരുത്തൻ അയച്ച കമന്റ്സ് ആണ് ആ വീഡിയോസിന് താഴെ അയച്ച ഒരുത്തൻ അയച്ച കമന്റ്സ് ആണ്. ഗേൾസ് എന്ന് കേട്ടപ്പോ പ്രതീക്ഷ പോയല്ല. ബോയ്സ് വെച്ച് ചെയ്യുന്ന പോലെ ഗേൾസിനെ വെച്ച് ചെയ്താൽ തിയേറ്ററിൽ ആള് കയറുമോ? സാധാരണ നടന്മാർ അല്ലേ മെയിൻ ഡോമിനേറ്റ്. കണ്ടോ, ഇവന്റെയൊക്കെയാണ് പറയുന്നത് മെയിൽ സോവനിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മെയിൽസിനെ വെച്ച് മാത്രമേ പടം ഓടുള്ളൂ, അതിന് മാത്രമേ ജനങ്ങൾ കേറുള്ളൂ. ഗേൾസിനെ വെച്ച് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആള് കേറില്ല എന്നൊക്കെയാണ് ഇവൻ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അയ്യേ, അവരെ വാഴയിൽ വേണ്ട, ഗേൾസ് ആയിട്ട് വേറെ സിനിമ മതി. വാഴ ഫ്രാഞ്ചൈസീസ് ഓൺലി ഫോർ ബോയ്സ്. അതെ, നിന്റെ അമ്മേന്റെ വീട്ടിലെ സ്വത്തല്ലേ ഓൺലി വാഴ. അത് ഡയറക്ടർ സ്വാതന്ത്ര്യാടോ. കുലസ്ത്രീകൾ പോയിട്ട് വാഴക്കുല സ്ത്രീകൾ വരട്ടെ. പടം 8 നില പൊട്ടും. ഞാൻ അതിനുശേഷം ഒരു അവസാനത്തെ കമന്റ്സ് വായിക്കാം. ആ കമന്റ്സ് ഭയങ്കരമായിട്ട് എന്താണ്, ഒരു വല്ലാത്തൊരു പ്രശ്നം പിടിച്ച ഒരു ചങ്ങായി എഴുതിയ കഥയാണ്. പെണ്ണുങ്ങളുടെ കഥ എന്താണ് പറയാനുള്ളത്? സൂപ്പർ ശരണയൊക്കെ വന്നതല്ലേ, അതിന്റെ മെയിൻ കാരണം പെണ്ണുങ്ങൾ ജീവിതത്തിൽ തന്നെ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് അസൂയ, തേപ്പ്, മേക്കപ്പ്, മൂഡ് സിങ്സ്, ഏറിപ്പോയാൽ ആണുങ്ങളെ പോലെ മാസ് കാണിക്കാൻ നോക്കും, അതിനപ്പുറം എന്ത്? ഇതൊക്കെയാണ് ഇവന്റെ മെന്റാലിറ്റി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ബോയ്സിനെ പോലത്തെ തന്നെ മെൻസിനെ പോലെ തന്നെ ഗേൾസ് ആവട്ടെ വുമൺസ് ആവട്ടെ വീട്ടുകാരോട് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവർക്കിടയിൽ നടന്നിട്ടുണ്ടാവാം, അവരനുഭവിച്ചിട്ടുണ്ടാകാം. നമ്മളെ പോലെ തന്നെ അവരും അനുഭവിച്ചിട്ടുണ്ട്. അവർക്കും പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടാവും. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സബ് തുടങ്ങുന്നതും ഫേസ്ബുക്കില് ചില കോമാളികളെ പറ്റിച്ച് പൈസ പൈസ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ തേച്ചിട്ട് പോകുന്നതും ഇതൊന്നും അല്ല പെണ്ണുങ്ങളുടെ കഥ. ആണുങ്ങളെ പോലെ തന്നെ അവർക്കും പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടാവും. അതുകൊണ്ട് വാഴ 3 വരട്ടെ, ഗേൾസിന് വെച്ചിട്ട് അതൊരു നല്ലൊരു പടമായി തീരട്ടെ. എല്ലാവിധ ഭാവുങ്ങളും വാഴ 3ക്ക് നേരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.